നമുക്ക് കുറച്ച് ചീരാക്കോഴി ഉണ്ടാക്കിയാലോ? ഇത് നമ്മളെ പെരയിലറുത്ത കോഴി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമായ സാധനങ്ങൾ കുറച്ച് തോന ചീരുള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകം കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇത് മൂന്നും ഇട്ടിട്ട്, മൂന്നല്ല 4 ഇട്ടിട്ട് നല്ലോണം മിക്സിയിലൊന്ന് ചതച്ചെടുക്കണേ. കുക്കറിലും ഉണ്ടാക്കുക, ഇരുമ്പിൻ്റെ ചട്ടിയിലും ഉണ്ടാക്കുക, മൺചട്ടിയിലും ഉണ്ടാക്കുക, ഏത് ചട്ടിയിലാണെച്ചെങ്കിലും ഉണ്ടാക്കുക. പക്ഷെ അതിന് കുറച്ച് അധികം വേവുണ്ട്. കുക്കറിലാണെച്ചെങ്കിൽ ഒരു 6 വിസിൽ ലാവിഷായിട്ട് അടുപ്പിച്ചാൽ, പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയിലോ മൺചട്ടിയിലൊക്കെ ആണെച്ചെങ്കിൽ അടുപ്പത്ത് ചെറിയ ചൂടിൽ അങ്ങനെ വെച്ചുകൊണ്ട് കുറേ സമയം അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഏത് ചട്ടിയിലും വെക്കേണ്ടല്ല, അതിൻ്റെ കൂട്ടാണ് പ്രധാനം. പിന്നെ കുറേ സമയം വേവിച്ചണം എന്നുള്ളതുമാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ നമുക്ക് ചീരാക്കോഴിക്ക് ഈ അരച്ച സാധനങ്ങൾ മാത്രം ഇടാം. എന്നിട്ട് അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉപ്പും, കുറച്ച് പറഞ്ഞാൽ പാകത്തിന് കേട്ടോ, ഉപ്പും ഇട്ടുകാണ്ട് കുറച്ച് അധികം വെള്ളം തന്നെ വെച്ചോളൂ. അധികം എന്ന് പറയണ്ട, ചിക്കനും കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ടാകും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വെള്ളം വെക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകാണ്ട് അതൊന്ന് അടുപ്പത്ത് വെക്കട്ടോ. അടുപ്പത്താണ് ഞാൻ വെക്കേണ്ടത്. വിറക് കത്തിച്ച് കാണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ രസമൊന്നും എന്തായാലും നമുക്ക് ഗ്യാസുമ്മലൊന്നും കിട്ടൂല. ഇനി ഗ്യാസ് മാത്രം ഉപയോഗിക്കണോ പിന്നെ തല്ലാൻ വരണ്ട കേട്ടോ. ഗ്യാസ് വെച്ചാലും ചെറിയ രസം ഉണ്ടാവും, അല്ല നല്ല രസം തന്നെ ഉണ്ടാവും. പൊടികളൊക്കെ ഇടുന്ന കണ്ടോളൂ കേട്ടോ. പിന്നെ നമുക്കിത് വലിയ പരിചയമൊന്നുമില്ല, തിന്നുകാണ്ട് നല്ലോണം പരിചയം ഉണ്ട്. അതിനും ഉണ്ടാക്കിക്കാണ്ട് വലിയ പരിചയമൊന്നുമില്ല, പക്ഷേ ഉണ്ടാക്കി തിന്നിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പെറ്റെടുക്കണ പെണ്ണുങ്ങൾക്കാണിത് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിപ്പോൾ പെറ്റിട്ടൊന്നും ഇതിപ്പോൾ തിന്നാൻ കൂടൂലെങ്കിലും നമ്മളെ പേരയിൽ ഒരു കോഴിനെ അറുത്തപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ കൂട്ടുകളൊക്കെ ഇട്ടുകാണ്ട് ഞാൻ കുറച്ച് വെള്ളവും പറന്നുകാണ്ട് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ട് അടുപ്പൊന്ന് കത്തിച്ചട്ടെ. അടുപ്പ് കത്തിച്ചതും കൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇരുമ്പിൻ്റെ ചട്ടിയിലും മണ്ണിൻ്റെ ചട്ടിയിലും വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഒന്നും ചൂടായാൽ പിന്നെ അതങ്ങനെ തളിച്ചോളും. അപ്പം നമുക്ക് അടുപ്പത്തു നിന്ന് ഇനി അത് ആവെടുപ്പത്തേക്ക് മാറ്റിയേക്കാം. അതിപ്പോൾ നല്ലോണം തളിച്ചേക്കണമല്ലോ. അപ്പം ഇനി നമുക്ക് ആവെടുപ്പത്തേക്ക് മാറ്റിയേക്കാം. പിന്നെ നമ്മൾ അടുപ്പത്തുള്ള പണിയൊക്കെ നടന്നോളും. ചോറക്കലും ചായക്കലും ഒക്കെ നടന്നോളും. രാവിലെ തന്നെ തീമട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ചായയും ചോറും പിന്നെ കറിയും ഒക്കെ ആയിട്ടും ഇത് ആകൂല. കാരണം അത്രയും നല്ലോണം ആവണം. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചുകാണ്ട് കുറച്ച് പാരാണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തോന ചീരുള്ളി ഇതേമാതിരി എടുത്തേക്കണു. എന്നിട്ട് വെളിച്ചെണ്ണയിലാണ് ഇട്ടുകാണ്ട്, നല്ല വെളിച്ചെണ്ണ എടുത്തോളിട്ടല്ല ആട്ടിയ വെളിച്ചെണ്ണ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അപ്പം നമുക്ക് അതിക്ക് ലേസം കറിവേപ്പിൻ്റെ ഇലയും ചീരുള്ളിയും കൂടി ഇട്ടുകാണ്ട് പിന്നെ മൂപ്പിച്ചുകാണ്ട് ആണ് പാരുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീരാക്കോഴി നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതിൽ കൂടുതലും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാനിങ്ങനെയൊക്കെ തന്നെ വെക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ടും നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ചെയ്താണ്ട് കേട്ടോ. അതിന് വലിയ പിശുക്കൊന്നും കാണിക്കണ്ട.